ഒരു ക്യാമറ ഉണ്ട്. ഓക്കെ, ഈ ക്യാമറ നമ്മള് നമ്മളെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. എന്റെ പേരെന്താ? പേര് പറഞ്ഞോ? പേരറിയില്ലേ? അപ്പൊ ഉദാഹരണത്തിന് അവന്റെ റോബോട്ടാണെങ്കിൽ അവൻ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് സിബത്തുക കൊടുത്തു കഴിഞ്ഞാല് ഇവനൊക്കെ റൂമിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഇവനൊക്കെ റൂമിൽ കയറി കഴിഞ്ഞാലൊക്കെ എന്ത് പറയും? സിബത്തുക എന്ന് പറയും. അതിനെതിരെ കോൺഗ്രസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് സാധാരണ റോബോട്ടല്ല, AI റോബോട്ട് എന്ന് പറയും. പറഞ്ഞു തന്നത് നമ്മൾ സാധാരണ ഒരു റോബോട്ട് ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന റോബോട്ടിനെ കണ്ടിട്ടുണ്ടോ? സാധാരണ റോബോട്ടുകൾ നമ്മൾ ഫുഡ് കൊണ്ടുപോയി കൊടുക്കണം എന്നതിൽ കോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതേ ചെയ്യുള്ളൂ. അതിങ്ങനെ ആൾ വന്നു കഴിഞ്ഞാൽ ഫുഡ് കൊണ്ടുപോയി കൊടുക്കാൻ, അതുപോലെ മുന്തിനൊക്കെ ചുമരൊക്കെ ഉണ്ടെങ്കിൽ തിരിഞ്ഞു സഞ്ചരിക്കാനൊക്കെ അതിന് കഴിയുള്ളൂ. പക്ഷെ ഈ റോബോട്ട് അങ്ങനെയല്ല, അവസരത്തിനൊക്കെ ചിന്തിച്ച് പ്രോസസ്സ് ചെയ്തിട്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. ഉദാഹരണത്തിന് നമ്മുടെ AI ക്യാമറ അല്ലേ, റോഡിലൊക്കെ AI ക്യാമറ. ഈ AI ക്യാമറ എന്താ ചെയ്യുന്നത്? വാച്ച് ചെയ്യണല്ലോ, ഹെൽമെറ്റ് ഇട്ടിക്കണ നോക്കും, പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടിക്കണ നോക്കും, സ്പീഡ് പോകുന്നുണ്ടോ നോക്കും അല്ലേ. അതേ ചെയ്യുള്ളൂ അല്ലേ. നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളില് അത് ആ കാര്യങ്ങളുടെ പ്രോസസ് ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് ഒരു 80 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്ന ആൾ അത്രയും ഫാസ്റ്റിലായിരിക്കും പോകുന്നത് അല്ലേ. ആ നമുക്കൊരു സെക്കൻഡ് പോലെ അയാൾ കാണാൻ പറ്റും ആ ക്യാമറയ്ക്ക്. നമ്മൾ കൊടുക്കുന്ന 80 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് സ്ലോ മോഷനിൽ കാണാൻ കഴിയുമോ? ഈ റോഡിലൂടെ പോകുന്ന ആളുകളൊക്കെ അത്ര സെക്കൻഡിന്റെ ഉള്ളില് ഇതെന്ത് ചെയ്യും? ഈ ക്യാമറ ഓരോ വാഹനങ്ങളെയും ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാ വാഹനങ്ങളും ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഇല്ല. അത് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഒരു സെക്കൻഡിലും കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ഒരു വാഹനം പാസ് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണോ, ബൈക്കാണോ, ബൈക്കാണെങ്കിൽ ഹെൽമെറ്റ് ഉണ്ടോ, സ്പീഡ് എത്ര ഉണ്ടോ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഓരോ ഫോട്ടോ എടുക്കുന്നതിന്റെ പുറമെ അതിന്റെ നമ്പർ പ്ലേറ്റും കൂടെയാണ് ഫോട്ടോ എടുക്കുന്നത് അല്ലേ. നമ്പർ പ്ലേറ്റ് ഫോട്ടോ എടുത്തിട്ട് ആ സെയിം നമ്പർ പ്ലേറ്റിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള RC ആകാം. ആ RCക്ക് സ്യൂട്ടായിട്ടുള്ള RC ആയിട്ടുള്ള അതിന് സ്യൂട്ടായിട്ടുള്ള അഡ്രസ്സിലോട്ട് മെസ്സേജ് ആയി ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സെക്കൻഡിൽ ഒരു അംശം കൊണ്ട് ഇവര് ചെയ്യുന്നുണ്ട്. നിൽക്കാതെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കല്ലേ. എല്ലാ വാഹനങ്ങളും എന്ത് ചെയ്യും? ഒരു മനുഷ്യന് ചിന്തിക്കാവുന്നതിനപ്പുറം സമയങ്ങളെ കൊണ്ട്, കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതിപ്പോ ആളെന്നോ കുഴപ്പമില്ലാതെ നിൽക്കാതെ ഞാൻ എന്ത് ചെയ്തു? ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കണ്ടോ? അതിനനുസരിച്ച് ഇപ്പൊ ഒരു ഫയർ ദേഷ്യത്തിന്റെ ഒരു ഫയർ ഓക്കെ അല്ലേ. അതങ്ങനെയൊക്കെ കാണിക്കും. ഓക്കെ, ഇനി അതിന്റെ പേരെന്താ? ഗുഡ്. ആരാ പറഞ്ഞ VR? ഓക്കെ, VRന്റെ ഫുൾ ഫോം അറിയോ? വിർച്വൽ റിയാലിറ്റി എന്നാണ് അതിന്റെ ഫുൾ ഫോം. വിർച്വൽ എന്നാണ് എന്താ? അതുപോലെ അനുഭവിച്ച് പഠിച്ചത് നമ്മൾ പിന്നെ മറക്കാൻ സാധ്യത കുറവാണ്. ഇനിയുള്ള കാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ നിലവിലൊക്കെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ? ഒന്നുകിൽ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ വരച്ചിട്ടൊക്കെയാണ് അല്ലേ. അത് വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറന്നു. ചിലർ മറക്കില്ല, അതിന്റെ റെപ്യൂട്ടേഷൻ കണ്ടോളൂ. ഇതെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മള് ഒരു വാഹനത്തിന്റെ എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ ഇതിനാണ് കണ്ടു എന്ന് വിചാരിക്കുക. നമ്മളൊന്ന് തൊടുന്ന ഫീൽഡില് ഓരോ പിസ്റ്റൺ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഭക്ഷണ പ്രക്രിയ നമ്മൾ മറക്കൂല. ഈ ട്രാൻസിസ്റ്ററിനെ ഒരു വിളിപ്പേരുണ്ട്. വണ്ടർ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് എന്നാണ് പറയാം. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു. ശിശു എന്താ? കുഞ്ഞ്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഈ പ്രോഗ്രാം? ഇഷ്ടപ്പെട്ടോ? അപ്പോ ഇത് നമ്മൾ ചെറിയൊരു പ്രൊജക്റ്റാണ് ചെയ്തത്.